ഹായ് നമസ്കാരം. ഈ ആഴ്ചയിലെ പുതിയ OTT റിലീസാണ് വിനോദ് ലീല ഡയറക്ട് ചെയ്ത മന്ദാകിനി എന്ന സിനിമ. മന്ദാകിനി എന്ന പേരിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സിനിമ തിയേറ്റർ റിലീസായ സമയത്ത് ഇതിലെ ഒരു പ്രമുഖ സിനിമാ നിരീക്ഷകൻ മന്ദാകിനി എന്ന പേരിന് കണ്ടെത്തിയ അർത്ഥം, അല്ലെങ്കിൽ ഈ സിനിമയുടെ ടൈറ്റിലിൽ കണ്ടെത്തിയ അർത്ഥം എന്ന് പറയുന്നത് വളരെ പതിയെ ഒഴുകുന്നവൾ എന്നതാണ് അദ്ദേഹം കണ്ടെത്തിയ അർത്ഥം. അത് ശരിയാണ്. ആ ഒരു തരത്തിൽ മന്ദാകിനിയെ നമുക്ക് വ്യാഖ്യാനിക്കാം. അങ്ങനെ ഒരർത്ഥം ആ വാക്കിനുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ മന്ദാകിനി എന്ന് പറയുന്നത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു വിദേശ നിർമ്മിത മദ്യമാണ് മന്ദാകിനി. എന്നുവെച്ചാൽ കാനഡയിൽ കുറച്ച് മലയാളികൾ കൂടെ കണ്ടെത്തിയ ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ആയിരുന്നു മന്ദാകിനി എന്ന വാറ്റ്. നമ്മുടെ കേരള സ്റ്റൈലിൽ വാറ്റുന്ന ഒരു മദ്യത്തിൻ്റെ പേരാണ് മന്ദാകിനി. ആ ഇടങ്ങളിലെല്ലാം കാനഡയിലെല്ലാം വാറ്റ് നിയമാനുസൃതം ചെയ്യാവുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ അവർ അത്തരത്തിൽ ചെയ്തു വരുന്ന ഒരു ബിസിനസ്, അതിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മദ്യത്തിൻ്റെ പേരാണ് മന്ദാകിനി എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് മദ്യവും ഈ സിനിമയുമായി റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. സിനിമയുടെ കാസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നീണ്ട താരനിര തന്നെയുണ്ട്. അതിൽ കൂടുതൽ പേരും സിനിമയുടെ ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്നതാണ്. എന്ന് വെച്ചാൽ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഈ ഡയറക്ടർമാരൊരു കൂട്ടത്തല്ല് തന്നെ ഈ സിനിമയിലുണ്ട്. നമ്മളുടെ ജൂഡ് ആൻ്റണി ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്, ലാൽ ജോസ് ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്, പിന്നെ ജിയോ ബേബി ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ഈ പ്രമുഖരായ ഒരുപാട് ഡയറക്ടേഴ്സ് ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ് മന്ദാകിനി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊന്നും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അൽത്താഫ് സലീം, സിനിമയുടെ ഹീറോ, തന്നെ ഒരു ഡയറക്ടറാണ്. ഞണ്ടുള്ള നാട്ടിൽ ഒരു ഇടവേള എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡയറക്ടറൽ ഡെബ്യൂട്ട്. അതിനുശേഷം അദ്ദേഹം ഒരുപാട് സിനിമകൾ സപ്പോർട്ടിംഗ് ക്യാരക്ടറായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അല്ലാതെ തന്നെ പ്രേമത്തിലൊന്നും ആ കഥാപാത്രമൊന്നും ആരും അത്ര പെട്ടെന്ന് മറക്കാൻ സാധ്യമില്ലാത്ത കഥാപാത്രമാണ്. അപ്പോൾ കാസ്റ്റ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അൽത്താഫ് സലീം ഉണ്ട്, അനാർക്കലി മരക്കാറുണ്ട്, ഗണപതി എസ് പൊതുവാളുണ്ട്. അശ്വതി ശ്രീകാന്തിൻ്റെ അഭിനയ ജീവിതത്തിലെ ആദ്യത്തെ സിനിമയായിരുന്നു. അശ്വതി ശ്രീകാന്തിനെ നമുക്കറിയാം, അവരൊരു മികച്ച ആങ്കറാണ്. അവരുടെ സിനിമയിലെ ആദ്യത്തെ സിനിമയാണെന്ന് തോന്നുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതിൽ വിട്ടുപോയ ഒരു ഡയറക്ടറാണ് അജയ് വാസുദേവ്. അദ്ദേഹം ഈ സിനിമയിൽ കഥാപാത്രം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പ്രിയ പ്രകാശ് വാര്യർ ക്ലൈമാക്സിലൊരു ക്യാമിയോ റോൾ ചെയ്തിട്ട് പോകുന്നുണ്ട്. സരിത കുക്കു, ജാഫർ ഉടുക്കി, പ്രദീപ് ജേക്കബ്, വിനോദ് ഗിന്നസ്. പിന്നെ എടുത്തു പറയാവുന്ന ഒരു കഥാപാത്രമാണ് വിനീത് തട്ടിൽ ഡേവിഡ്. അദ്ദേഹം ഒരുപാട് സിനിമകളിൽ മുഖം കാണിച്ചിട്ടുണ്ടെങ്കിലും ശ്രദ്ധേയമായ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും കാലം ചെയ്ത സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി ത്രൂ ഔട്ട് റോള് ഈ സിനിമയിൽ കിട്ടിയിരിക്കുകയാണ്. ഓരോരുത്തരുടെയും കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഇത് എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത ഒരു ഇതിൽ പറയാം. ഇപ്പോൾ ബബിത ബഷീർ, രശ്മി അനിൽ, കുട്ടി അഖിൽ, ശിവാനി, അങ്ങനെ ഒരു കൂട്ടം പ്രഗത്ഭരായ താരങ്ങൾ. പിന്നെ നമ്മൾ ഈ ടിക്ടോക്കിലും അല്ലെങ്കിൽ ഈ റീൽസിലെല്ലാം കണ്ടിട്ടുള്ള ഒരുപാട് താരങ്ങൾക്ക് ഈ സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ശ്രദ്ധേയമായ റോളൊക്കെ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ആ തരത്തിലൊക്കെ നോക്കുമ്പോൾ ഞാൻ മുൻപ് ഇതുപോലൊരു സിനിമ നിരൂപണം ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഈ അടുത്തിറങ്ങുന്ന സിനിമകളിലെല്ലാം അത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ കഴിവ് തെളിയിക്കുന്ന ഒരുപാട് പേർക്ക് സ്ക്രീൻ ടേസ് കിട്ടുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. കാര്യം നമ്മൾ ഈ കോസ്റ്റ്യൂമുകളിലൊക്കെ പോയിട്ട് അപമാനിതരായിട്ട് മടങ്ങേണ്ടി വരുന്ന ഒരുപാട് പേർ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പുതുതലമുറയ്ക്ക് അത്രയൊന്നും അനുഭവിക്കേണ്ടി വരുന്നില്ല. അവർക്ക് അവരുടെ കഴിവ് സോഷ്യൽ മീഡിയയിലോ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലൊക്കെ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഓരോ റീൽസ് ചെയ്യുന്നതിലൂടെ തന്നെ അവരുടെ കഴിവുകൾ അവർക്ക് നാട്ടുകാരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ അവസരം കിട്ടുന്നു. അതുവഴി അത് പ്രേക്ഷകരുടെ ശ്രദ്ധേയരായ സംവിധായകരുടെയോ അല്ലെങ്കിൽ പുതുമുഖ സംവിധായകരുടെയൊക്കെ മുമ്പിലെത്തുന്നു. അങ്ങനെ അവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോളുള്ള സിനിമകൾ കിട്ടുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതങ്ങനെ. ഇനി സിനിമയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സിനിമയുടെ വൺ ലൈൻ പറയുന്നതിന് മുമ്പ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരുടെ ആ ഒരു ഇത് നമുക്കൊന്ന് എന്താ പറയുക ഒന്ന് വിശകലനം ചെയ്യാന്നുണ്ടെങ്കിൽ മെയിൻ കഥാപാത്രമായിട്ട് വന്നിരിക്കുന്നത് അൽത്താഫ് സലീമാണ്. എനിക്ക് ത്രൂ ഔട്ട് സിനിമയിൽ അദ്ദേഹം ഒരു ശ്രീനിവാസൻ്റെ മീറ്റർ പിടിക്കാൻ ശ്രമിച്ചായിട്ട് തോന്നി. ശ്രീനിവാസൻ്റെ ചില മാനറിസങ്ങളും ചില ഡയലോഗ് ഡെലിവറി സ്റ്റൈലും ഒക്കെ അദ്ദേഹം പിടിക്കാൻ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും അങ്ങനെ പിടിക്കാൻ ശ്രമിച്ചായിട്ട് തോന്നി. പിന്നെയുള്ളത് അനാർക്കലി മരക്കാറാണ്. ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അനാർക്കലി ചെയ്തിരിക്കുന്ന കഥാപാത്രം ഏത് തരത്തിലുള്ള കഥാപാത്രമാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു കഥാപാത്രത്തിന് വേണ്ടുന്ന ഒരു ഇതവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു നമുക്ക് എന്തെങ്കിലും ഒരു കുറച്ച് കൂടുതലായിട്ട് പറയാൻ മാത്രമുള്ള എന്തെങ്കിലും ഒരു പ്രകടനമൊന്നും അനാർക്കലിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പിന്നെ ഈ സിനിമയിൽ നമ്മുടെ കഥ പറയുന്നതനുസരിച്ച് ഗണപതി എസ് പൊതുവാളാണ് ഈ പടത്തിൻ്റെ വില്ലനായിട്ട് വരുന്നത്. ഈ പടത്തിൽ കുഴപ്പമില്ലാത്ത അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ അദ്ദേഹത്തിന് വൃത്തിയായി ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ല, അദ്ദേഹം കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ അശ്വതി, ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ
അശ്വതി ഫ്ലവേഴ്സിൻ്റെയും ഏഷ്യാനെറ്റിൻ്റെ ഒക്കെ ഒരു മികച്ച ആങ്കറായിരുന്നു, നന്നായിട്ട് ആങ്കറിങ് ചേരുന്നവരാണ്. അവരുടെ ആദ്യത്തെ സിനിമയാണ് ഈ സിനിമ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സിനിമ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പുതുമുഖ നടിയുടേതായിട്ടുള്ള പരിഭ്രമങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ അവർക്ക് അവരുടെ കഥാപാത്രം ഭദ്രമായി തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അശ്വതിക്ക് അഭിമാനിക്കാം. പിന്നെ അജയ് വാസുദേവ് ഇതിനു മുമ്പും ചില സിനിമകളിലെല്ലാം അദ്ദേഹം ചെറിയ റോളൊക്കെ ചേരുന്നു. ഇതിൽ ഏതാണ്ട് ഒരു നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രം തന്നെയാണ് ഈ സിനിമയിലുള്ളത്. കുഴപ്പമില്ല, അദ്ദേഹം കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട് അജയ് വാസുദേവ്. അദ്ദേഹത്തിന് മുമ്പ് ചെയ്ത സിനിമയിൽ ഒരു വില്ലൻ കഥാപാത്രമൊക്കെ ആയിരുന്നു, ഒരു തമിഴ്നാട് വില്ലൻ, തമിഴ് സ്റ്റൈലൊക്കെ. അതെന്തൊക്കെ മാറിയിട്ട് ആ ഒരു ഇമേജ് ബ്രേക്ക് ചെയ്തിട്ടൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. പിന്നെ പ്രിയാവാര്യയുടെ കഥാപാത്രം അങ്ങനെ പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു ക്യാമറ റോൾ ഒന്ന് ചെയ്തു പോകുന്നതാണ്, അതങ്ങനെ ആ രീതിക്ക് പോകുന്നു. പിന്നെ ജൂഡ് ഒരു ക്യാമറ റോളാണ്, അദ്ദേഹം വന്നിരുന്ന കഥാപാത്രം നന്നായി ചെയ്തിട്ടുണ്ട്. ലാൽ ജോസ് ഒരു 3-4 സീനുകളിലൊക്കെ വരുന്ന ഒരു കഥാപാത്രമാണ്, കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. ജാഫ്രിഡിക്ക് ഒരു 2-3 സീനുകളുണ്ട്, അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സ്ഥിരം ടിപ്പിക്കൽ ക്യാരക്ടറിനാണ് കിട്ടിയിട്ടുള്ളത്, അതും കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ വിനീത് തട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് കരിയർ ലഭിച്ചിട്ടുള്ള ഒരു നല്ല കഥാപാത്രമാണ്. അത് 2 തരത്തിൽ ഞാൻ വിശകലനം ചെയ്യും. ഒന്ന്, അത് ഓക്കെ, കുഴപ്പമില്ല, അദ്ദേഹത്തിന് ത്രൂ ഔട്ട് കിട്ടിയൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഇനി സത്യം പറഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങോട്ട് കുറച്ച് ഓവറായിട്ടൊക്കെ തോന്നി. മറ്റു തരത്തിൽ അദ്ദേഹത്തെ സ്ലാങ്, അത് ചില സാധനങ്ങളെല്ലാം പ്ലേസ് ചെയ്യുന്ന രീതി, ചില വാക്കുകളൊക്കെ പ്ലേസ് ചെയ്യുന്ന രീതി, ചില മാനറിസങ്ങളൊക്കെ രസകരമായിരുന്നു. പക്ഷേ ത്രൂ ഔട്ട് അതേ ഒരു സാധനം പിടിക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. നമ്മൾ പഴയ സിനിമകളിലെ കൊച്ചുനൈഫ വളരെ ഭംഗിയായിട്ട് ചേരുന്ന ഒരു കഥാപാത്രം കൊച്ചുനൈഫയ്ക്ക് പകരം ഒരാൾ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് തോന്നിപ്പിക്കും. പക്ഷേ അനീഫ്കാട് ആ ഒരു റേഞ്ചിലോട്ട് എത്തിയിട്ടില്ല. ഉറപ്പായിട്ടും കൂടുതൽ പ്രയത്നത്തിലൂടെ മറ്റും വിനോദ് തട്ടിൽ ഡേവിഡിന് അത്തരത്തിലുള്ള ശ്രദ്ധേയമായ ക്യാരക്ടറുകളൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു അഭിനേതാവാണ് അദ്ദേഹം. അപ്പോൾ ഒരു തുടക്കം എന്ന നിലയ്ക്ക് ഒരുപക്ഷെ ചില എന്താ പറയുക, ഒരു തുടക്കക്കാരനായ ഡയറക്ടറുടെ കീഴിലായതുകൊണ്ടാവാം ചില പരിമിതികൾ നമുക്ക് കഥാപാത്രത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല, അദ്ദേഹം കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ ജിയോ ബേബി കുഴപ്പമില്ല, അദ്ദേഹം വന്ന കഥാപാത്രങ്ങളൊക്കെ ആയിരുന്നു. രശ്മി അനിൽ അവർ നമുക്ക് സുപരിചിതയാണ്, ഒരുപാട് ടെലിവിഷൻ സ്കിറ്റുകളിലൂടെ എല്ലാം വളരെ പ്രശസ്തയാണ്, നന്നായി ചെയ്തിട്ടുണ്ട്. കിട്ടിയ റോളും അത്രയേ ഉള്ളൂ, ആ രീതിക്ക് അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്ന് പോയ കഥാപാത്രങ്ങളെല്ലാം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പെർഫോം ചെയ്ത ഒരു സിനിമയാണ് മന്ദാകിനി. അപ്പോൾ മന്ദാകിനിയുടെ ടൈറ്റിലിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും എനിക്ക് തോന്നിയിട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമയിൽ നിന്നല്ല, ഞാൻ മനസ്സിലാക്കിയ സിനിമയെക്കുറിച്ച് ഞാൻ ഒരല്പം പഠിക്കാൻ ശ്രമിച്ചു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഒരു പ്രേക്ഷകനെ ആ സിനിമയുടെ ജോണർ എന്താണോ അതിലോട്ട്, അല്ലെങ്കിൽ ആ സിനിമയുടെ കഥാതന്ത്വം എന്താണോ അതിലോട്ട് ആദ്യത്തെ ഒരു 10 മാക്സിമം 15 മിനിറ്റിൽ സിനിമ കൊണ്ടെത്തിക്കണം ആ ട്രാക്കിലോട്ട്. അതായത് മറ്റെന്തെല്ലാം പറഞ്ഞു പോയാലും ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ മാക്സിമം 15 മിനിറ്റോ അതിനകത്ത് ഈ സിനിമയുടെ മെയിൻ ആ ഒരു തീം എന്നാണ്, അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്നാണ്, അതിലോട്ട് ആ ട്രാക്കിലോട്ട് ആ കഥ എത്തണം. അതാണ് ഒരു ഡയറക്ടറെ ഒരു കഴിവ് എന്ന് പറയുന്നത്, എന്നതാണ് ഇതിൻ്റെ തിയറിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, ഞാൻ വായിച്ചിറങ്ങിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഈ സിനിമ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സിനിമ 45-ാമത്തെ മിനിറ്റിലാണ് ഈ സിനിമയുടെ ആ ട്രാക്കിലോട്ട് വരുന്നത്. ഈ 45 മിനിറ്റും, അതായത് തുടക്കത്തിലെ 45 മിനിറ്റും അതിനകത്ത് 2 പാട്ടുകൾ വരുന്നുണ്ട്. ഈ 40 മിനിറ്റിനകത്ത് എനിക്ക് തോന്നുന്നു അനാവശ്യമായിട്ട് പ്ലേസ് ചെയ്ത അതാണ് അതിൽ ഒരു പാട്ടെങ്കിലും. ആ പാട്ടിൻ്റെ പ്രസക്തി തീരെ ഇല്ലായിരുന്നു ആ ഒരു സമയത്ത് എന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ ഈ 45 മിനിറ്റോളം ഈ സിനിമ ലാഗ് തന്നെയാണ്. നമ്മൾ ഇനി എന്താണ് അടുത്തത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു ഇഴച്ചിലായിരുന്നു, ഒരു ട്രാക്കിലോട്ട് നമ്മൾ എത്തിപ്പെടാത്ത ഒരവസ്ഥയായിരുന്നു സിനിമ ഉണ്ടായിരുന്നത്. അതിനുശേഷം ട്രാക്കിലോട്ട് വന്നതിന് ശേഷം ഇൻ്റർവെല്ലിൽ വരെയും ഈ പറഞ്ഞ പോലെ പടം ബോറിങ് തന്നെ ആയിരുന്നു. എന്നാൽ ഇൻ്റർവെല്ലിന് ശേഷം കുറച്ച് രസമാവുന്നുണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നു. ക്ലൈമാക്സ് ഒരു ആവറേജ് ക്ലൈമാക്സ് ആണ്. പിന്നെ ഒരു ടൈലൻ്റ് ഉണ്ട്, ആ ടൈലൻ്റ് ഒട്ടും എനിക്ക് വർക്കായില്ല. അപ്പോൾ അതിൻ്റെ മൺലൈൻ പറയുമ്പോൾ എനിക്ക് കാര്യങ്ങളെല്ലാം പറയാം. പിന്നെ ഈ പടത്തിൻ്റെ ത്രൂ ഔട്ട് കാണിക്കുന്ന മദ്യപാന സീനുകളാണ്, മദ്യപാന രംഗങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് സാധാരണഗതിയിൽ അല്പം മദ്യപിക്കുന്നവരൊക്കെ ഒരു ടെംപ്റ്റേഷൻ കൊടുക്കുന്ന സാധനങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ മദ്യപാന സീൻ കാണുന്നതും ഒക്കെ അല്പം ടെംപ്റ്റേഷൻ കൊടുക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ വരുമ്പോൾ ഈ മദ്യപാന സീനുകൾ കാണിക്കുന്നത് അത്യാവശ്യം കഴിക്കുന്ന ആൾക്കാണെങ്കിൽ പോലും ഒരല്പം ഡിസ്കസ്റ്റിംഗ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക. അത് എന്താണെന്ന് അറിയില്ല, കാര്യം തുടക്കം മുതൽ അങ്ങനെ ഘട്ടമായിട്ട് ഇങ്ങനെ ഒരു ദിവസത്തിൽ തന്നെ പലതവണ മദ്യപിക്കുന്ന ഒരു സാധനമൊക്കെ, അതും ഒരേ ആൾ അല്ലെങ്കിൽ ഒന്നിലധികം ഒരു ടീം തന്നെ മദ്യപിക്കുന്ന ഒരു സാധനം തന്നെയാണ് കാണിക്കുന്നത്. അത് അങ്ങനെ അത്ര വർക്കായില്ല എനിക്ക്. അപ്പോൾ അങ്ങനെ ചില പോരായ്മകളൊക്കെ സിനിമയിലുണ്ട്. എൻ്റെ വൺലൈനിലോട്ട് വരാമെന്നുണ്ടെങ്കിൽ
ആരോമൽ എന്ന ഒരു യുവാവ് അമ്പിളി എന്ന യുവതിയെ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ച് അവർ അവരുടെ ആദ്യരാത്രിയുടെ സമയത്ത് ആരോമൽ ഒരു ധൈര്യത്തിന് അല്പം മദ്യപിക്കാൻ വേണ്ടി മാറ്റിവെച്ച മദ്യം അമ്പിളി എടുത്ത് മദ്യപിക്കുന്നു. അങ്ങനെ അമ്പിളിക്ക് തൻ്റെ പാസ്റ്റ് ലൈഫൊക്കെ ഇങ്ങനെ പറയുകയാണ്. തൻ്റെ പൂർവാവസ്ഥയിലുണ്ടായ ഒരു പ്രണയത്തെക്കുറിച്ചൊക്കെ അമ്പിളി പറയുന്നു. അത് ആരോമലിൻ്റെ കുടുംബം മൊത്തം കേൾക്കുന്നു. അപ്പോൾ ആ കഥയിലെ പ്രണയ നായകനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അമ്പിളിയും അമ്പിളിയുടെ അമ്മായിയമ്മ, നാത്തൂൻ, പിന്നെ 1-2 പെൺസുഹൃത്തുക്കൾ, അങ്ങനെ 4-5 പേര് കൂടെ അമ്പിളിയുടെ അമ്മായിയമ്മ, അതായത് ആരോമലിൻ്റെ അമ്മ നടത്തുന്ന ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിയും കൊണ്ട് ഇവർ അമ്പിളിയുടെ വീട്ടിലോട്ട് പോകുന്നതായിട്ടുള്ള യാത്രയാണ് സെക്കൻഡ് ഹാഫ്. അപ്പോൾ ഇവരെ ഫോളോ ചെയ്ത് പോകുന്ന ആരോമലിൻ്റെ അളിയൻ, സുഹൃത്തുക്കൾ, പിന്നെ മേമ്മയുടെ മകൻ, അങ്ങനെ കുറച്ചൊരു പുറകെ പോകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന സംഭവവികാസങ്ങൾ ക്ലൈമാക്സ് എന്താവുന്നു. ഇതാണ് ആ സിനിമയുടെ വൺ ലൈൻ. അപ്പോൾ ടോട്ടൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കൊച്ചു കഥയാണ്. വലിയ തീപാറുന്ന വിഷയങ്ങളൊന്നും സിനിമ പറയുന്നില്ല. നിസ്സാരമായിട്ടുള്ള സിമ്പിളായിട്ടൊരു കഥയാണ്. വിനോദ് ലീല എന്ന ഡയറക്ടർ ഒന്നുകൂടെ ഒക്കെ ഒരു തുടക്കം വന്നു കഴിയുമ്പോൾ ഇതിലുള്ള പ്രമേയങ്ങളെല്ലാം അദ്ദേഹത്തിന് മനോഹരമായി ചെയ്യാൻ കഴിയും. ഇത് അത്ര മോശമല്ല, എന്നാൽ അത്ര നല്ലതുമല്ല, ഒരു ആവറേജ് സാധനം. ആ രീതിയിൽ അദ്ദേഹം മേക്ക് ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ കൂടെ അദ്ദേഹം കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഹൃദ്യമാവുമായിരുന്ന സിനിമയായിരുന്നു ഇത്. പിന്നെ സ്ത്രീ ശാക്തീകരണം, മറ്റു കാര്യങ്ങൾ, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഫോഴ്സ്ഫുള്ളി ഇതിൽ പ്ലേസ് ചെയ്തതായിട്ട് തോന്നും. എന്നാണെങ്കിലും കണ്ടിരിക്കാം, നമുക്ക് ഒരു തവണ കാണാവുന്ന ഒരു പടമാണ് മന്ദാകിനി. മൊത്തത്തിൽ ഈ സിനിമയിൽ ഞാൻ ഇപ്പോൾ അതിനൊരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 10-ൽ 6 മാർക്ക്, അതായത് ഒരു എബോ ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അങ്ങനെ കണ്ടിരിക്കാം, വലിയ സംഭവങ്ങളില്ല. അഭിനയിച്ചിൽ കുറേ പേരൊക്കെ പുതുമുഖങ്ങളായിരുന്നു. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാനെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കുറേ പേരൊക്കെ സിനിമയിലുണ്ടായിരുന്നു. എന്നാലും എവരുടെയും ഭേദപ്പെട്ട പ്രകടനം തന്നെയാണ് കണ്ടത്. പിന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഞാൻ കണ്ടിരുന്നൊരു മീശക്കാരുണ്ട്, ഒരു പയ്യൻ, വെളുത്ത് കൊലുന്നനെ ഹൈറ്റിലൊക്കെ ഉള്ളൊരു പയ്യനുണ്ട്. അവൻ്റെ പേരെനിക്കറിയില്ല. അവൻ ഈ സിനിമയിൽ 1-2 സീനിൽ ജസ്റ്റ് ഡയലോഗ് നിലയിൽ വന്ന് പോകുന്നു. പക്ഷേ ആ ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നു. കണ്ട ഉടനെ നമുക്ക് ഇന്ന മനുഷ്യനാണ് അത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അയാൾക്കും ഒരു തുടക്കമാണ്, അതുപോലെ തന്നെ ഒരുപാടവർക്കും ഈ പടം ഒരു തുടക്കമാണ്. അപ്പോൾ അവരൊക്കെ ഇനി അവരുടെ സിനിമാ മേഖലയിൽ കൂടുതൽ ഉയരങ്ങളിലോട്ടൊക്കെ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ മറ്റ് കാസ്റ്റ് ആൻഡ് ക്രൂവിൽ എല്ലാവർക്കും ഇതൊരു നല്ല തുടക്കമാവട്ടെ. ഇനി മുന്നോട്ടുള്ള യാത്രയെല്ലാം നന്നാവട്ടെ എന്നാഗ്രഹിക്കുന്നു. പിന്നെ ടൈലറിൻ്റെ അത്ര സുഖമായില്ല ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അത് വെച്ച് കഴിഞ്ഞാൽ ഗണപതി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഈ സിനിമയിലെ വില്ലനാണ്. അപ്പോൾ ആ വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളെ പ്രണയം നടിച്ച് അവരിൽ നിന്ന് സ്വത്തും പൈസയും സ്വർണവും ഒക്കെ അപഹരിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഇത് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ കഥയിലെ നായികയായ അനാർക്കലി മരക്കാരെയും ഇദ്ദേഹം അത്തരത്തിൽ പറ്റിക്കുന്നുണ്ട്. അതിനുശേഷം അനാർക്കലിയുടെ ഫാമിലി മൊത്തം പോയി അയാളെ ഭീഷണിപ്പെടുത്തി ഒക്കെ അയാളെ തിരുത്താനുള്ള ശ്രമമൊക്കെ, അല്ലെങ്കിൽ നമുക്കങ്ങനെ തോന്നും അയാൾ തിരുത്തപ്പെടും എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ടൈലൻഡിൽ കാണിക്കുന്നത് പ്രിയാവാര്യർ അവതരിക്കുന്ന ആ ക്യാമറ റോൾ വരുന്നു. അതും ഇവൻ്റെ ഗണപതിയുടെ കാമുകിയാണ്. അപ്പോൾ ആ കാമുകിയെയും പറ്റിച്ച് അവരിൽ നിന്നും സ്വർണം അപഹരിച്ച് ഇയാൾ മുങ്ങുന്നതായിട്ടാണ് ഒരു 5 മിനിറ്റ് സീനിൽ കാണിക്കുന്നത്. അപ്പോൾ അതത്ര സുഖമായിട്ടൊന്നുമില്ല. കാര്യം അത്രയും വർക്ക് ചെയ്തൊരു സിനിമ. അപ്പോൾ ഒരു നല്ല സന്ദേശം കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അത് മറ്റേതിനും തരത്തിൽ പ്ലേസ് ചെയ്യായിരുന്നു. ഗണപതിയെ വെച്ചിട്ട് മറ്റേതിനും തരത്തിൽ അയാൾ നമ്മൾ നന്നായി എന്ന് കാണിച്ച് അതൊക്കെ ഡയറക്ടർ ഇഷ്ടമാണ്. ഒരു പ്രേക്ഷകൻ നിലയ്ക്ക് ഞാൻ പറയുന്നതാണ്. അപ്പോൾ അതെനിക്ക് അത്ര അങ്ങോട്ട് വർക്കായില്ല. അത്രയേ ഉള്ളൂ. ക്ലൈമാക്സ് കൊള്ളാം, ടൈലൻഡ് എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ ഇത്രയുമൊക്കെയാണ് മന്ദാകിനിയുടെ വിശേഷങ്ങൾ. കുറേ സമയമൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മറ്റൊന്നും ചെയ്യാനല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കണ്ടുവരാവുന്ന, കാണാൻ കൊള്ളാവുന്ന, കുഴപ്പമില്ലാത്ത ഒരു ആവറേജ്, ഒരു ജസ്റ്റ് എബോ ആവറേജ് സിനിമയാണ് മന്ദാകിനി. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ ഒരു പുതിയ സിനിമയുടെ വിശേഷമായിട്ട് വരുന്നവരെ ബൈ.